മുൻ KPCC അംഗം KPS തങ്ങൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. DCC പ്രസിഡന്റ് VS ജോയിയുടെ വാർഡുകൾ തോറുമുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളിൽ മനമടുത്തും പ്രതിഷേധിച്ചുമാണ് രാജിയെന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് ഇത്രയും കാലമായിട്ട് പാർട്ടിന്ന് ഒഴിയേണ്ടി വരിക. അതിന് കാരണക്കാരൻ ജില്ലാ പ്രസിഡന്റാണ്. ഒരു പ്രാവശ്യമല്ല, പല തവണ ഉണ്ടായിട്ടും ഒന്നും തിരുത്താൻ തയ്യാറാവാതെ പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിലാണ് ഇങ്ങനെ തീരുമാനമെടുക്കേണ്ടി വന്നത്. ഇത് വല്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വല്ല അധികാരത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല, ഇത്രയും കാലം അതിനു വേണ്ടി ശ്രമിച്ചിട്ടുമില്ല. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എല്ലാം എൻ്റെ കഴിവിന്റെ പരമാവധി ഭംഗിയായി ചെയ്തിട്ടുമുണ്ട്. ഇതിൽ ആത്മാഭിമാനം പണയം വെക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. രാജിക്കത്ത് KPCC പ്രസിഡന്റ് K സുധാകരന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ജോയിന്റ് പ്രസിഡന്റ് ആയതു മുതൽ ചെറുകാവ് പഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തനങ്ങളിൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ജോയിയുടെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് 5 മാസങ്ങൾക്ക് മുൻപ് തന്നെ KPCC പ്രസിഡന്റ് K സുധാകരൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, സംഘടനാ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി M ലിജു, രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാർ, ജില്ലാ ചുമതലയുള്ള KPCC സെക്രട്ടറി PA സലീം എന്നിവർക്ക് പരാതികൾ നൽകിയിരുന്നു. അവയിലൊന്നും നടപടിയുണ്ടായിട്ടില്ല. അതിനാലാണ് രാജി. തന്നെപ്പോലെ ധാരാളം നേതാക്കൾ ഇനിയും മനമടുത്ത് കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. എല്ലാവരിലും പ്രതിഷേധമുണ്ട്. രാജിവെച്ചെങ്കിലും മറ്റേതു പാർട്ടികളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി മുതൽ സംഘടനാ ചട്ടക്കൂടിനകത്തുണ്ടാവില്ല. എന്നാൽ കോൺഗ്രസിന്റെ അടിസ്ഥാന ആശയങ്ങൾ കൈവിടാതെ ജീവിക്കും. ജില്ലയിൽ മൊത്തം പ്രശ്നങ്ങളാണ്. എൻ്റെ നിയോജകമണ്ഡലത്തിലും എൻ്റെ പഞ്ചായത്തിലും ഒക്കെ ഈ DCC പ്രസിഡന്റ് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ ചില്ലറയല്ല. അത് വളരെയധികം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതില് പൂച്ചക്കാര് മണി കെട്ടും എന്നത് മാത്രമാണ് പ്രശ്നമുള്ളത്. കാരണം ഇത് തുറന്നു പറയാനോ അതല്ലെങ്കിൽ ഇത് നേതൃത്വത്തിന്റെ മറ്റുള്ള ശ്രദ്ധയെ കൊണ്ടുവരാൻ ഒരു ആത്മഹത്യ നിർബന്ധമായ ഒരു ഘട്ടം വന്നതാണ്. അതുകൊണ്ട് കോൺഗ്രസ് എന്നൊരു ആത്മഹത്യ ചെയ്യാൻ അത് ഞാൻ തന്നെ മുന്നിട്ടിറങ്ങി ഞാൻ തന്നെ ചെയ്യാം എന്ന നിലക്കാണ് ഇത് വന്നിരിക്കുന്നത്. കാരണം എന്റെ വാർഡിൽ, അതായത് ഒരു പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ഏറ്റവും അടിസ്ഥാന പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ അവരവരെ വാർഡുകളാണ്. അവരവരെ വാർഡുകളിൽ ഇത്ര കാലം പ്രവർത്തിച്ചിട്ടും അവിടെ ഒരു പാർട്ടി പ്രവർത്തക കൺവെൻഷൻ നടക്കുമ്പോഴേ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ മാറ്റി നിർത്തി ഈ DCC പ്രസിഡന്റ് താല്പര്യമുള്ള പ്രസിഡന്റിനെ വെച്ചിട്ട് അവിടെ ഒരു വിഭാഗത്തിനെ മാത്രം കൺവെൻഷൻ നടത്തുക, മറ്റുള്ളവരെല്ലാവരും പാർട്ടിക്കാരല്ല എന്ന് മുദ്രകുത്തുക. മണ്ഡലം പ്രസിഡന്റ് പറയുന്നു ആ സമയത്ത് എല്ലാവരെയും വിളിക്കാത്ത പരിപാടിക്കാണെങ്കിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞതാണ്. ബ്ലോക്ക് പ്രസിഡന്റ് അറിയിച്ചതുമാണ്. എന്നിട്ടും DCC പ്രസിഡന്റ് ജോയ് ബ്ലോക്ക് പ്രസിഡന്റിനെ വിളിച്ചിട്ട് ആ കൺവെൻഷനിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ കൺവെൻഷനിൽ പങ്കെടുപ്പിക്കുകയും മറ്റുള്ളവരൊന്നും ഈ പാർട്ടിക്ക് ആവശ്യമില്ല എന്ന സന്ദേശവും കൊടുക്കുകയും ചെയ്തതാണ്. അത് ഞാൻ അറിഞ്ഞിടത്തോളം ഇവിടെ മാത്രമല്ല, ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇതേപോലെ സംഭവം നടന്നിട്ട് പലരും വളരെ പ്രയാസത്തിലാണ്. കോൺഗ്രസിന്റെ സജീവമായിട്ടുള്ള പ്രവർത്തകര് പകുതിയിലധികം ആളുകൾ നിശബ്ദരായിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. തന്റെ രാജിയിലൂടെ CPM വല്ല നേട്ടവും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം മാത്രമായിരിക്കും അതിന്റെ ഉത്തരവാദിയെന്നും KPS തങ്ങൾ വിശദീകരിച്ചു. CCN മലപ്പുറം.